ടോം ഒരു വികൃതിയായിരുന്നു. അവൻ 6 വയസ്സേ ഉള്ളൂ. അവൻ്റെ അച്ഛൻ്റെ കൂടെ ചെസ്സ് കളിക്കുക അവൻ്റെ ഏറെ ഇഷ്ടം. അച്ഛൻ വരുന്ന കാത്തിരിക്കും അവൻ ചെസ്സ് കളിക്കാനായി. ഒരു ദിവസം അച്ഛൻ വന്നപ്പോൾ അച്ഛൻ ഇത്തിരി തിരക്കുണ്ട്. അച്ഛൻ ചെസ്സ് കളിക്കണം. അച്ഛനാവട്ടെ ഓഫീസിലെ കുറേ തിരക്കുകളുമുണ്ട്. പക്ഷേ ഈ കുട്ടികളോട് മാന്യമായിട്ട് പെരുമാറണമല്ലോ. അതുകൊണ്ട് അവൻ്റെ അച്ഛൻ ജിം എന്ത് ചെയ്തെന്നറിയുമോ? ആ ആഴ്ച മാഗസിനിലെ ഒരു ലോകത്തിൻ്റെ ഭൂപടമുണ്ടായിരുന്നു. ആ ലോകത്തിൻ്റെ ഭൂപടമെടുത്ത് പല തുണ്ടങ്ങളായി മുറിച്ചു. പല കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം മോനോട് പറഞ്ഞു, മോനെ ടോമേ, നീ ഈ ലോകത്തിൻ്റെ മാപ്പ് ശരിയാക്ക്. ഈ ലോകത്തിൻ്റെ മാപ്പ് നീ ശരിയാക്കി കഴിഞ്ഞാൽ അച്ഛൻ നിൻ്റെ കൂടെ കളിക്കാം. അച്ഛൻ അറിയാമായിരുന്നു 6 വയസ്സുകാരനായ ടോമിന് ഈ ഭൂഖണ്ഡങ്ങൾ എവിടെയാണെന്നോ രാജ്യങ്ങൾ എവിടെയാണെന്നോ വ്യക്തമായി അറിയില്ലാത്തത് കൊണ്ട് ഒരു കാലത്തും അവൻ ശരിയാക്കുകയില്ല എന്ന്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടോം വന്ന് അച്ഛനെ വിളിച്ചു, അച്ഛാ, ലോകത്തിൻ്റെ മാപ്പ് ശരിയായി. അച്ഛൻ വന്ന് നോക്കുമ്പോൾ കറക്റ്റ്. അച്ഛൻ ടോമിനോട് ചോദിച്ചു, മോൻ ഇതെങ്ങനെയാണ് ശരിയാക്കിയത്? ആരെങ്കിലും മോനെ സഹായിച്ചതാണോ? അല്ലച്ചാ, ആരും എന്നെ സഹായിച്ചതല്ല. ഞാൻ എത്ര നോക്കിയിട്ടും ശരിയായില്ല. അപ്പോൾ അതിൻ്റെ മറുഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പടം കണ്ടു. മനുഷ്യൻ്റെ കണ്ണുള്ളിടത്ത് കണ്ണും കാലിരിക്കേണ്ടടുത്ത് കാലും കൈയിരിക്കേണ്ടടുത്ത് കൈയും വെച്ചപ്പോൾ ഞാൻ തിരിച്ചു നോക്കിയപ്പം ലോകത്തിൻ്റെ ഭൂപടം ശരിയായി. ഈ ലോകം നന്നാക്കാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിഞ്ഞുകൂടാ. നാം ശരിയാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലോകവും ശരിയാകും. ബയാസിഡ് സൂഫി പറയുന്ന ഒരു കഥയുണ്ട്. യുവാവായിരുന്നപ്പോൾ ഞാനൊരു വിപ്ലവകാരിയായിരുന്നു. ഈ ലോകം മുഴുവൻ മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ മധ്യവയസ്സായപ്പോഴേക്കും ഒരു ജീവിയെ പോലും എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. മധ്യവയസ്സായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാ, എനിക്ക് ലോകം മുഴുവൻ മാറ്റണ്ട, എൻ്റെ ബന്ധുക്കളെയും എൻ്റെ കുടുംബക്കാരെയും എൻ്റെ സുഹൃത്തുക്കളെയും മാത്രം മാറ്റിയാൽ മതി. പക്ഷേ ഇന്ന് ഞാൻ വയസ്സനായി, എനിക്ക് ആരെയും മാറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന, അല്ലാ, എന്നെയെങ്കിലും മാറ്റാൻ എനിക്ക് കഴിയണേ. ഈ പ്രാർത്ഥന ചെറുപ്പത്തിലെ നടത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ബയാസിഡ് സൂഫി പറയുന്നത്. ഈ 2 കഥകളും ചേർത്ത് വെച്ച് നാം വായിക്കുമ്പോൾ നാം മനസ്സിലാകേണ്ടത്, ഈ മാറേണ്ടത് ആരാണ്? ഞാൻ തിരിച്ചറിയേണ്ടത് ഈ പറയുന്ന ഞാനാണ് ആദ്യം മാറേണ്ടത്. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ലോകവും മാറും.